സരൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, നമ്മൾ ഈ കേട്ട് കേൾവിയുള്ളതാണ്, ഈ മിസൈലുകളെയൊക്കെ തടഞ്ഞു നിർത്തുക വളരെ പ്രയാസകരമായ സംഗതിയാണ്. നിലവിൽ അത്തരം പല സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് വലിയ ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ഒന്ന് കടന്ന് ചിന്തിക്കുകയാണെന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഈ സൂപ്പർ സോണിക് പോലെയുള്ള മിസൈലുകളെയൊക്കെ തടയാനായിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യം ആർജിക്കുന്നു പറയുന്നു. അത് എത്രത്തോളം ഫലപ്രദമാണ്? അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാർ? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രയം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും പലപ്പോഴും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ വെട്ടിച്ചുകൊണ്ട് ശത്രു മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നാശനഷ്ടം വിതയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഇറാൻ അമേരിക്കൻ യുദ്ധത്തിലും അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സാധാരണ ഗതിയിലുള്ള ക്രൂയിസ് സബ്സോണിക് എന്ന് പറയുന്ന ശബ്ദത്തിനേക്കാൾ വേഗത കുറഞ്ഞ ക്രൂയിസ് മിസൈലുകളാണെങ്കിലും, അതുപോലെ ഒരു നിശ്ചിത പാതയിലൂടെ വരുന്ന ഇപ്പോഴത്തെ ബലിസ്റ്റിക് മിസൈലുകളാണെങ്കിലും ഒക്കെ തത്വത്തിൽ ഇൻ പ്രിൻസിപ്പിളിൽ അത് പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനെ പോലും കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ സൂപ്പർസോണിക്കോ ഹൈപ്പർസോണിക്കോ മിസൈലുകളെ പ്രതിരോധിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അത് തെളിയിച്ചാണ്. ബ്രഹ്മോസിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അതുകൊണ്ട് 19 ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ പ്രയോഗിച്ചത് 19 ലക്ഷ്യസ്ഥാനത്ത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ 9 എയർഫീൽഡുകളും 11 തീവ്രവാദി ക്യാമ്പുകളും പരിപൂർണമായിട്ട് തകർക്കപ്പെട്ടു. അപ്പോ സൂപ്പർസോണിക്കിനെ പ്രതിരോധിക്കാൻ മാർഗമില്ല. പിന്നെ ഹൈപ്പർസോണിക്കിന്റെ കാര്യമാണെങ്കിലോ ചോദിക്കാനുമില്ല. ഒട്ടുമേ അത് പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അത്തരം ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ലോകത്തിലെ വൻ ശക്തികളെക്കാൾ ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്മളൊരു 3 പതിറ്റാണ്ടെങ്കിലും എപ്പോഴും പിന്നിലായിരിക്കും. ഒരു 10, 25, 30 കൊല്ലം അമേരിക്കയുടെ റഷ്യയുടെ ഒക്കെ പിന്നിലായിരിക്കും. അപ്പൊ അവരൊരു ബലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ച് 10, 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചത്. അവരൊരു MIRV സിസ്റ്റം, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിള് അവര് കൊണ്ടുവന്ന് നമ്മൾ വീണ്ടും ഒരു 2 പതിറ്റാണ്ട് നമ്മൾ കഴിഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ഇന്ത്യ അക്കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവരോടൊപ്പമോ അല്ലെങ്കിൽ അവരെക്കാൾ ഒരു ചൂട് മുന്നിലോ ആണ്. സൂപ്പർസോണിക് മിസൈൽ ബ്രഹ്മോസ് പോലുള്ള മിസൈല് റഷ്യക്ക് മാത്രമേ ഉള്ളൂ. റഷ്യയുടെ പിന്നെ സഹായത്തോടാണ് നമ്മളത് നിർമ്മിച്ചത്. പക്ഷെ റഷ്യയുടെ P-800 ഓംസിനേക്കാൾ മെച്ചപ്പെട്ട മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ്. അതവിടെ നിൽക്കട്ടെ. ഈ ഹൈപ്പർസോണിക്കിന്റെ കാര്യം വരുമ്പോൾ, ഹൈപ്പർസോണിക്കിന്റെ മിസൈലിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു സംവിധാനം ലോകത്തെങ്ങുമില്ല. കാരണം ഹൈപ്പർസോണിക് മിസൈൽ തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഇന്ത്യ ഈ കഴിഞ്ഞ ഒരു മാസങ്ങളിലാണ് അത് അതിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയത്. അതായത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ LRAHSM എന്ന് പേരിട്ടിട്ടില്ല, കൃത്യമായ പേര് അതിന് ഇട്ടിട്ടില്ല. ഇപ്പം ഈ ഒരു ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അത് ചൈനയ്ക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു റഷ്യയും അതിന്റെ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. US അക്കാര്യത്തിൽ പിന്നിലാണ്. 1500 കിലോമീറ്റർ റേഞ്ചുള്ള ഈ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈല് ഇന്ത്യക്ക് ചൈനയുടെ മേൽ ആധിപത്യം കടലിൽ നേടിക്കൊടുക്കും എന്നാണ്, തൽക്കാലത്തെ ഒരു ആധിപത്യം കിട്ടുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അപ്പൊ അത്തരം ഒരു മിസൈൽ തന്നെ ആരും ഉണ്ടാക്കിയിട്ടില്ല, പിന്നല്ലയോ അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനം. പക്ഷെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു മിസൈല് നമ്മുടെ പണിപ്പുരയിലാണ്. അതിന്റെ പരീക്ഷണ നിർമ്മാണമൊക്കെ തുടങ്ങി കഴിഞ്ഞു. അതിന്റെ പേര് തൽക്കാലം ഇട്ടിരിക്കുന്നത് ADAH എന്നാണ്. ആ ADAHന്റെ നിർമ്മാണവും അതിന്റെ പിന്നിലുള്ള ഫിലോസഫിയും ഒക്കെ സാധാരണ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പൊ സാധാരണ മിസൈൽ പ്രതിരോധങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇന്റർസെപ്റ്റർ എന്ന ഒരു മിസൈലും, റഡാർ ഉപയോഗിച്ച് നമ്മുടെ നേർക്ക് വരുന്ന മിസൈൽ ആകട്ടെ, ഡ്രോൺ ആകട്ടെ, വിമാനമാകട്ടെ, അതിനെ ആദ്യം സ്പോട്ട് ചെയ്യും. അതായത് അത് ഇന്നടത്താണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ട്രാക്ക് ചെയ്യും. അത് എങ്ങനെയാണ് നീങ്ങുന്നത്. നമ്മുടെ ഇന്റർസെപ്റ്റർ മിസൈലിന്റെ പരിധിയിലെത്തുമ്പോൾ ഇതിന് കമാൻഡ് കൊടുക്കും, ഇതിനെ ഇവിടുന്ന് പൊക്കോളാൻ പറയും. നേരെ പോയിട്ട് അത് ഇടിച്ചു തകർക്കും. അവിടെ ചെല്ലുമ്പം ആ മിസൈലിന്റെ സമീപത്തെത്തുമ്പം ഇതിലെ വാർഹെഡ് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇത് രണ്ടും ഇല്ലാതാവും. അതാണ് അതിന്റെ പിന്നിലെ ഒരു തത്വം.
പക്ഷെ സൂപ്പർസോണിക് മിസൈലിന് പോലും വേണമെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് നോക്കാം. ഹൈപ്പർസോണിക് മിസൈലിന്റെ കാര്യത്തിൽ അത്തരം ഒരു പ്രതിരോധ ഫിലോസഫി പോലും അവിടെ ചെലവാവില്ല. കാരണം ഹൈപ്പർസോണിക് മിസൈലിന്റെ അടുത്തെത്തുക എന്നുള്ളത് അത് അതീവ ദുഷ്കരമാണ്. കാരണം അതിന്റെ വേഗത എന്ന് പറയുന്നത് മാക്ക് 5.5 മുകളിലാണ്. അപ്പൊ ഇന്റർസെപ്റ്ററിനും അതേ വേഗത വരും. ഇനി അങ്ങനെ ഇന്റർസെപ്റ്ററിനും അതേ വേഗത കൈവരിച്ചാലോ വീണ്ടും പ്രശ്നമുണ്ട്. കാരണം ഈ ഇതേ വേഗതയിൽ മറ്റേത് പെട്ടെന്ന് ഡൈവ് ചെയ്യുകയും അത് മനൂറബിൾ ആണ്, പല രീതിയിൽ അത് കറങ്ങിത്തിരി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മുൻകൂട്ടി കാണും. ഇങ്ങനെയുള്ള വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് ആണ് ഈ നമ്മുടെ ADAH ഇപ്പോൾ ഡിസൈൻ ചെയ്യും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ നമുക്ക് പറയാം. അതായത് ഒന്നാമത്തെ വിഷയം, ഈ മിസൈലിനെ ഹൈപ്പർസോണിക് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ബഹിരാകാശത്തിന് അടുത്തുകൂടി സഞ്ചരിക്കുമ്പോൾ വേണം ചെയ്യേണ്ടത്. അതായത് ഭൂമിയിലോട്ട് ടാർഗറ്റിന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇത് കൂടുതൽ മനൂവറബിലിറ്റി, ഇത് ദിശ മാറ്റാനും ഡൈവ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ വെച്ച് എന്തായാലും ഇത് നടക്കത്തില്ല. ഇത് ഒരുവിധം നേരെ പോകുന്നത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തിയിൽ, ബഹിരാകാശത്തിന്റെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിർത്തിയിൽ. അപ്പോ അവിടെ വെച്ചിട്ട് ഇതിനെ തകർക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഇത് എവിടെ എത്തും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് ആ ഭാഗത്തേക്കായിരിക്കും ഈ ഇന്റർസെപ്റ്റർ വിക്ഷേപിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മുടെ ഭൂമിയിലുള്ള റഡാറുകൾക്ക് പൂർണ്ണമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സാറ്റലൈറ്റിലെ സെൻസർ വഴിയാണ് ഇത് ട്രാക്കിംഗ് നടക്കുന്നത്. അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വേഗത കണക്കൂട്ടും. ഇപ്പൊ മണിക്കൂറിൽ ഇതിന്റെ വേഗത ഒരു 8000 കിലോമീറ്റർ ആണെന്നിരിക്കും. അപ്പോൾ ഇത് ഇന്ന കോർഡിനേറ്റ്സ്, ഇന്ന ലോഞ്ചിറ്റ്യൂഡിൽ ലാറ്റിറ്റ്യൂഡിന്റെ ആ കോർഡിനേറ്റ്സിൽ ഇത് കൃത്യമായിട്ട് ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ എത്തും എന്ന് കണ്ടിട്ട് അവിടേക്ക് ഇന്റർസെപ്റ്ററിനെ വിക്ഷേപിക്കും. ഇപ്പോ ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ നീട്ടി എറിയുക. പട്ടി ഇന്ന സ്ഥലത്ത് ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ അവിടെ എത്തുമെന്ന് കണ്ട അങ്ങോട്ട് കല്ലെറിയുക. അല്ല, പട്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, പട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കല്ല് നീങ്ങാണ്. അപ്പൊ ഇത് വലിയ ഗുണം കിട്ടത്തില്ല, കൊള്ളാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ നിശ്ചിത സമയത്ത് ഇത് അവിടെ എത്തും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ അവിടേക്ക് വിക്ഷേപിക്കുക. അതെങ്ങനെ മുൻകൂട്ടി കാണും? അവിടെയാണ് ഈ പ്രഡിക്റ്റീവ് AI ഒരു പ്രസക്തി വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രഡിക്റ്റ് ചെയ്യുകയാണ്, ഇന്ന സമയത്ത് അത് ഇന്ന സ്ഥലത്ത് എത്തും. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു മിസൈൽ വിടുക. മിസൈല് ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഇന്ന സമയത്ത് അത് അവിടെ എത്തും. ആ പ്രഡിക്റ്റീവ് AI പ്രവർത്തിക്കുന്നത് ഈ മിസൈലിന്റെ മുഴുവൻ സ്വഭാവങ്ങളും റഡാർ ട്രാക്ക് ചെയ്ത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ്. അപ്പൊ കൃത്യമായ ഒരു പ്രഡിക്റ്റീവ് AI രൂപപ്പെടുത്തണം. ഉപഗ്രഹത്തിൽ വഴി വിന്യസിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ റഡാറുകൾ, ഭൂമിയിലെ റഡാറുകൾ, ഇതെല്ലാം കൂടെ സംയോജിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള സിസ്റ്റമാണ്. എന്തായാലും അതിന്റെ വികാസം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നമ്മളാണല്ലോ ഈ മേഖലയിൽ നമ്മൾ സ്വന്തമായിട്ട് ഹൈപ്പർസോണിക് മിസൈൽ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം അതിന്റെ പ്രത്യേകതകൾ. നമ്മൾ സ്വന്തമായ ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് എങ്ങനെ ഇല്ലാതാക്കണമെന്ന് നമുക്കറിയാം. അപ്പോ ആ ഒരു തത്വമാണ് ഇവിടെ നമ്മൾ തുടരാൻ പോകുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ. ഇതിപ്പോ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ തടയാൻ ഉപയോഗിക്കുന്ന, ഇന്റർസെപ്റ്ററിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ഇന്റർസെപ്റ്റർ മിസൈൽ എന്ന് പറയുന്നത് തന്നെ ഹൈപ്പർസോണിക് ആണ്. ഇപ്പം മറ്റേതിന് സമാനമായ വേഗത തന്നെ ആയിരിക്കും ഇതിനും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ ഈ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലിന്റെ വേഗത ഞാൻ മനസ്സിലാക്കുന്നത് മാക്ക് 5.5 to 6 ആണ്. അപ്പൊ അതിനെ തടയാൻ ഉദ്ദേശിക്കുന്ന മിസൈലും അതേ വേഗത തന്നെ ആയിരിക്കും. ഈ ഹൈപ്പർസോണിക് മിസൈൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല്, ഇത് ഒരു ബൂസ്റ്റർ, ഇത് പ്രത്യേകിച്ച് ഞാൻ ഇതിവിടെ ഇപ്പം ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഇത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ബൂസ്റ്ററിന്റെ സഹായത്തോടു കൂടി ഒരു ബാലിസ്റ്റിക് മിസൈൽ പോലെ ആദ്യം ആകാശത്തേക്ക് പോകും, മുകളിലേക്ക് പോകും, കുതിച്ചു പോകും, കുത്തനെ പോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ബൂസ്റ്ററിൽ നിന്ന് ഇത് വേർപെട്ടിട്ടാണ് ഇത് ഭൂമിയിലേക്ക് കുത്തനെ ഗ്ലൈഡ് ചെയ്ത് വരുന്നത്. ഈ ഗ്ലൈഡ് ചെയ്ത് വരുന്ന ഫേസിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ആ ഫേസിൽ വെച്ച് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് അവിടെ വളഞ്ഞും തിരിഞ്ഞും
കറങ്ങിയും നേരെ കരണം മറിഞ്ഞും ഒക്കെയാണ് ഇത് വരാൻ പോകുന്നത്. അപ്പൊ ഇത് അവിടെ വെച്ച് ഇത് പ്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഈ ബഹിരാകാശത്തോട്ട് വിക്ഷേപിച്ച് 60 ഭൂമിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരത്തിൽ ഒരു 4-5 മിനിറ്റ് സഞ്ചരിക്കും. ഒരു 10,000 കിലോമീറ്റർ ദൂരം പോകേണ്ട ഒരു മിസൈൽ അത്രയൊക്കെ കുറെ സമയം അങ്ങനെ നേരെ സഞ്ചരിക്കും. ഇങ്ങനെ നേരെ ഒരു സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ് ഇതിനെ കൂട്ടുന്നത്. അതിപ്പോ ഏത് ഇപ്പൊ 1500 കിലോമീറ്റർ പോകേണ്ടതാണെങ്കിൽ അതിന് സമാനമായ ഒരു സമയമായിരിക്കും ഈ പിന്നെ നിയർ ഓർബിറ്റ്, അതായത് ഒരു ഭൂമിയുടെ ഒരു ഹൊറൈസൺ എന്ന് പറയുന്ന ഭാഗത്തുകൂടി നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ അവിടേക്ക് മുൻകൂട്ടി ഈ ഇന്റർസെപ്റ്റർ വിക്ഷേപിക്കുന്നു. ആ വിക്ഷേപിക്കുന്ന ഇന്റർസെപ്റ്ററിനും ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേഗത ഉണ്ടാക്കണം. അപ്പൊ ഇന്റർസെപ്റ്ററിലും ഇതേപോലെ സ്ക്രാം ജെറ്റ് ഉപയോഗിക്കുമെന്നാണ്. സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉണ്ടെങ്കിൽ ഈ വേഗത അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ആയിരിക്കും ഇന്റർസെപ്റ്ററിലും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്റർസെപ്റ്ററിൽ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ നശിപ്പിക്കാൻ സ്ഫോടക വസ്തു വാർഹെഡ് വേണ്ട. കാരണം അത്ര വലിയ കൈനറ്റിക് എനർജിയാണ്. ഇതേ ചെന്ന് ഇടിക്കുമ്പോൾ തന്നെ ഇത് രണ്ടും തകർന്നു. ആ ഒരു തത്വമാണ് ഈ മിസൈലിന്റെ പിന്നിലുള്ള ഒരു ഫിലോസഫി, വാർ ഡോക്ട്രിൻ. ഇത് ബഹിരാകാശത്തിന്റെ അടുത്തൂടെ പോകുന്ന അത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഇന്റർസെപ്റ്റർ വിക്ഷേപിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ സാറ്റലൈറ്റിന്റെ ഒരു കളിയും കൂടെ ഇതിനകത്തിലുണ്ട്. സാറ്റലൈറ്റുകൾക്ക് വലിയ പ്രസക്തിയാണ് ഇതിനകത്തില്. സാറ്റലൈറ്റ് ഇല്ലെങ്കിൽ ഇത്തരം ഒരു സംവിധാനത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. ഒരു ഹൈപ്പർസോണിക്, അതായത് ഹൈസ്പീഡ് റഡാറുകളും ഇതിനോടൊപ്പം പ്രയോഗിക്കും. പ്രൊഡിക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഈ റാംജെറ്റ് എഞ്ചിനും സ്ക്രാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകള്, ഇതെല്ലാം കൂടെ സംയോജിക്കുമ്പോൾ സാർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ സാറേ. ഇപ്പൊ നമ്മള് ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റർസെപ്റ്റർ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഒരു വിശാല അർത്ഥത്തിൽ യുദ്ധം, നമ്മുടെ ബഹിരാകാശത്ത് നടക്കുന്ന യുദ്ധം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശത്രു രാജ്യത്തിന്റെ ഒരു നിയർ എർത്ത് ഓർബിറ്റിലുള്ള ഒരു സാറ്റലൈറ്റിനെ ഇതുകൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തില് ഇതിന്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ്. നമ്മുടെ ഒരു ലോ എർത്ത് ഓർബിറ്റിലുള്ള ഒരു സാറ്റലൈറ്റിനെ തകർക്കുന്ന ഇന്റർസെപ്റ്റ് ആന്റി സാറ്റലൈറ്റ് മിസൈൽ ഉണ്ടല്ലോ, നമ്മൾ 2019 പരീക്ഷിച്ചത്, അതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. പിന്നെ അതിലും ഈ ടെക്നോളജി ഉണ്ട്. എന്താണെന്ന് ഉപഗ്രഹം എന്നത് വലിയ വേഗതയിൽ, മണിക്കൂറിൽ ഒരു 25,000 കിലോമീറ്റർ എങ്കിലും വേഗതയിലാണ് ഒരു ഉപഗ്രഹം നീങ്ങുന്നത്. പലപ്പോഴും ഭൂമിയുടെ കറക്കത്തിന്റെ തുല്യമോ അതിനേക്കാൾ വലിയ വേഗതയിലായിരിക്കും നീങ്ങുന്നത്. അപ്പൊ അത്രയും വേഗത്തിൽ നീങ്ങുന്ന ഒരു ഉപഗ്രഹം ഇത്ര മിനിറ്റിനുള്ളിൽ ഇന്ന സ്ഥാനത്ത് എത്തിച്ചേരും എന്ന് കണ്ടിട്ടാണ് അങ്ങോട്ടാണ് ഈ ഇന്റർസെപ്റ്റർ മിസൈൽ അയച്ചത്. അതിലും ഈ പറയുന്ന പ്രൊഡിക്റ്റീവ് അനാലിസിസ് ഉണ്ട്. പ്രവചനം പണ്ടൊക്കെ ജ്യോതിഷത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ശാസ്ത്ര ലോകത്തും പ്രവചനം വലിയൊരു പ്രധാനമുള്ള സംഭവം. പക്ഷെ അത് കൃത്യമായിട്ട് കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ, ആ കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യസ്ഥാനത്തേക്ക് ഒരു ഉപഗ്രഹം എത്ര മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരും, അവിടേക്ക് ഭൂമിയിൽ നിന്നും ഒരു മിസൈലിന് പറന്നെത്താൻ വേണ്ട സമയം എത്രയാണ്, ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് കണക്കൂട്ടിയിട്ടാണ് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത്. ഇപ്പൊ പ്രേം ചോദിച്ച പോലെ ഈ മിസൈൽ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധം എന്നത് ആന്റി സാറ്റലൈറ്റ് മിസൈലിലാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് തരുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കുകളുമായിട്ട്, അതായത് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ച് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നിരവധി സാറ്റലൈറ്റിലുള്ള സെൻസറുകളാവട്ടെ, ഭൂമിയിലുള്ള റഡാറുകളാവട്ടെ, ഇതെല്ലാം കൂടെ സംയോജിതമായി കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഫൈനൽ തീരുമാനങ്ങളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ ബേസിക് ഡാറ്റ സപ്ലൈ ചെയ്യുന്ന ഒരു സംരംഭങ്ങളാണ്. എഐയുടെ പ്രൊഡിക്ഷന്റെ കറക്റ്റ്നെസ് പോലെ ഇരിക്കും ഈ ഇന്റർസെപ്റ്റർ മിസൈലിന്റെ പ്രവർത്തനക്ഷമത. ഒപ്പം തീർച്ചയായിട്ടും സ്ക്രാംജെറ്റ് എന്ന എഞ്ചിൻ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് കൃത്യമായിട്ട് അത് അതിവേഗം നമുക്ക് നൽകുന്ന ഈ എഞ്ചിന്, അതുപോലെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയത്, അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗൈഡൻസ് സിസ്റ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഗൈഡൻസ് സിസ്റ്റമാണ് കൃത്യമായിട്ട് ഈ AI കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച്
ഈ ഇന്റർസെപ്റ്ററിനെ മുന്നോട്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അത്തരം ഇത് ഇങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിശ്ചയമായിട്ടും ഹൈപ്പർസോണിക് മിസൈലിനെ നമുക്ക് ഇൻ പ്രിൻസിപ്പിൾ തകർക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ. ഇനി ഇതിന്റെ ടെസ്റ്റുകളിലേക്ക് നമുക്ക് എത്തണം. ഹൈപ്പർസോണിക് മിസൈലിനെതിരെ ലോകത്ത് ആദ്യമായിട്ട് ഒരുപക്ഷെ ടെസ്റ്റ് നടത്താൻ പോകുന്ന ഇന്ത്യ ആയിരിക്കും. എന്തായാലും വരും ദിവസങ്ങൾ ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരിക്കും നമുക്ക് ശാസ്ത്ര ലോകത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. അതിന്റെ ഫലത്തെക്കുറിച്ച് ആകാംക്ഷയോടെ നമ്മൾ ലോകം കാത്തിരിക്കുകയായിരിക്കും. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ അമേരിക്ക പോലും പല രാജ്യങ്ങളും അവര് സമാന്തരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിലും ആരും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. പക്ഷെ ഇന്ത്യയുടെ ഫലപ്രാപ്തി അവരും കൗതുകത്തോടെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പൊതുവിടത്തിൽ എത്തുമ്പോൾ കൂടുതൽ വിശദീകരണവുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ.